എവിടെ ആയിരുന്നു ഇത്ര നേരം? സാധാരണ എന്നെ ചീത്ത പറഞ്ഞ് ഞാൻ ലേറ്റ് ആക്കെന്ന് പറഞ്ഞ് ഞാനിപ്പോ അരമണിക്കൂറായി ഞാൻ വണ്ടി കയറി ഇരിക്കുക. ഇതിരിപ്പോഴാ വരുന്നത്. ഇല്ല പറഞ്ഞില്ല, അവള് വരട്ടെ. എന്റെ ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ട്. അപ്പൊ അവക്ക് വേറൊരു കോൺസേർട്ട് ഉണ്ട് ഡൗൺ ടൗണില്. അപ്പൊ ഞങ്ങള് അപ്പൊ നമ്മുടെ ഇവിടെ ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചിറ്റപ്പൻ, ഇവിടെ കുഞ്ഞമ്മ അല്ലേ? അപ്പൊ എന്റെ ആരാ? അനന്തരത്തി അല്ലല്ലോ, എനിക്ക് ആ റിലേഷൻ അറിയത്തില്ല. ചിറ്റപ്പൻ, കൊച്ചിന്റെ ചിറ്റപ്പൻ, ഞാൻ കുഞ്ഞമ്മ. അപ്പൊ ഞാൻ ചിറ്റപ്പൻ. അപ്പൊ എന്റെ ആരാന്ന് നമ്മൾ അനന്തരവിള കൺഫ്യൂഷൻ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. മനുഷ്യനെ ഇടിച്ചിട്ടല്ലേ. അപ്പൊ ഞങ്ങള് ഏതോ ഒരു ബാൻഡ്, ഇത് അങ്ങനൊന്നും പറയരുത്. എന്തോ വലിയ കൊറിയൻ ബാൻഡ്, നമുക്കറിയത്തില്ലെന്നേ ഉള്ളൂ. കൊച്ചു വരുമ്പോ നമുക്ക് ചോദിക്കാം. ഗായത്രി വരുമ്പോ ചോദിക്കാം. അതെന്നാണ്ട് വലിയ ബാൻഡ് 50,000 പേരെന്തോ വരുന്നുണ്ട്. അപ്പോ നമ്മൾ ഇന്നലെ ഹരിശങ്കറിന്റെ ബാൻഡിന് പോയപ്പോ കൊച്ചിന് ഹരിശങ്കർ ആരാന്ന് അറിയത്തില്ല. അതേപോലെ കൊച്ചു പറഞ്ഞ ബാൻഡ് എനിക്കും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. അപ്പൊ ഇന്ന് ടൊറന്റോ ഡൗൺ ടൗണിൽ വെച്ചാണ് ആ കൺസേർട്ട്. അത് എനിക്ക് തോന്നുന്നു വൈകിട്ട് 7 മണിക്ക് എന്തോ. പക്ഷെ അതിന്റെ ഗേറ്റ് 19,000 പേരെന്തോ വരുന്നു. അതിന്റെ ഗേറ്റ് ഉള്ളതാണോന്ന് അറിയത്തില്ല. രാവിലെ ഗേറ്റ് ഓപ്പൺ ചെയ്യുമെന്നാ പറഞ്ഞു. നമുക്ക് വരുമ്പോ ചോദിക്കാം. ഇച്ചിരി കറക്കൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തില. അപ്പൊ ഞങ്ങൾ ആദ്യം ഡൗൺ ടൗണിൽ പോയിട്ട് ഗായത്രിയെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് അവിടുന്ന് ഇവിടെ പോകും, അമ്പലത്തിൽ പോകാൻ. അമ്പലത്തിൽ നമുക്ക് ഇന്ന് അവിടെ പ്രതിഷ്ഠാ വാർഷിക ദിനമൊക്കെയാണ്. അപ്പോൾ ഈ പ്രതിഷ്ഠാ വാർഷിക ദിനമൊക്കെയാണ്. അപ്പോൾ അവിടെ സദ്യയൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അടുത്ത പോക്ക്. ബാ കേറ് കേറ്. ബാ കേറ്. മിഡിൽ മേ. ഇതാണ് ഗായത്രി. ഹായ് ഗായത്രി. എന്റെ ചേച്ചിയുടെ മോൻ. ഡോർ അടയ്ക്കടാ. ഞങ്ങൾ തമ്മിൽ ചായ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഭയങ്കര ചായയാണെന്നാ. ഗായത്രിയെ കുറിച്ച് പറയൂ. എന്ത് ചെയ്യുന്നു? എവിടെ ഓട്ടോവയിലാണ് താമസിക്കുന്നത്. ഓട്ടോവ എന്നല്ലേ പറയുന്നത്? അത് ഒട്ടാവ എന്നാണ് പറയുന്നത്. ഓട്ടോവയിലാണ് താമസിക്കുന്നത്. ഇപ്പൊ ന്യൂറോ സയൻസിന് പഠിക്കണം അല്ലേ? കാൾട്ടൺ യൂണിവേഴ്സിറ്റിയിൽ ന്യൂറോ സയൻസിന് പഠിക്കുകയാണ്. ഇപ്പൊ സെക്കൻഡ് ഇയർ. എത്ര വർഷം പഠിത്തം? 4 years. അത് കഴിഞ്ഞിട്ട് മെഡിസിൻ പഠിക്കാനാണ് പരിപാടി എന്ന് പറയുന്നത്. ഇന്ന് ഏത് ബാൻഡാ ഗായത്രി വരുന്നത്? സ്ട്രൈറ്റ് കിഡ്സോ? അത് സ്ട്രേ കിഡ്സോ? സ്ട്രേ കിഡ്സ്. അപ്പൊ അങ്ങോട്ട് പോകണം. അപ്പൊ ഞങ്ങൾ ആദ്യം ഡൗൺ ടൗണിൽ പോയിട്ട് ഗായത്രി അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ അവിടുന്ന് ബ്രാഹ്മണൻ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പോയി സദ്യയൊക്കെ കഴിച്ച്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറയെടുപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പറയെടുപ്പ് അത് പ്രതിഷ്ഠാ വാർഷികത്തിനോട് അനുബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നവിടെ പ്രതിഷ്ഠാ വാർഷിക ദിനം വരെ ഈ ഉച്ചയ്ക്ക് സദ്യയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം. അപ്പൊ നമുക്ക് വിടാം. എന്താ കല്ലു പറയാനുണ്ടോ പറഞ്ഞേ? അവിടെ അമ്മയും ഗായത്രി ചേച്ചിയുടെ അമ്മ സിസ്റ്റർ ആണെന്ന് ഗായത്രി ചേച്ചി പറഞ്ഞത്. ന്യൂ ഇൻഫർമേഷൻ. താങ്ക് യു. ഗായത്രി ഇവിടെ കാനഡയിൽ എത്തിയത് 10ാമത്തെ വയസ്സിലാണ് അല്ലേ മോളെ? അതെ, 10ാമത്തെ വയസ്സിലാണ്. അതായത് 6ാം ക്ലാസ്സിൽ എന്താ പഠിക്കുമ്പോഴാണ് ഇതല്ലേ? അപ്പോ എന്ത് തോന്നുന്നു ഗായത്രി? അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസുമായിട്ടൊക്കെ എന്താ പറഞ്ഞ ഒന്ന് മിങ്കിൾ ആവാനൊക്കെ എനി ഡിഫിക്കൽട്ടീസ് അറ്റ് ദാറ്റ് ടൈം? Difficulties ഇപ്പൊ ഭയങ്കര ആക്സെന്റ് ആയല്ലോ. ഇപ്പൊ ഒത്തിരി ആളായിരുന്നു. But then at the time അവിടുത്തെ ഇംഗ്ലീഷ് ഇവിടുത്തെ ഇംഗ്ലീഷും ഡിഫറെന്റ്. അവിടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലേ? അപ്പൊ ഇവിടുത്തെ കുറച്ചൊക്കെ വേർഡ്സ് ഒക്കെ ഡിഫറെന്റ് ആയിരുന്നു മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ everyone is like super nice. ഇവിടെ Canadians very very nice. But there were no like difficulties or challenges. സ്കൂളിലല്ലേ? ഇവിടാണ് ഇന്ന് പരിപാടി നടക്കുന്നത്. ഗായത്രിയുടെ റോജർ സെന്റർ അല്ലേ മോളെ ഇത്? അത് BMO ഫീൽഡാ അത്. സോറി, അവിടെ അല്ല. ഞങ്ങളിപ്പോ ഡൗൺ ടൗൺ എത്തി. CN ടവർ ഒക്കെ കാണാം. അത് BMO ഫീൽഡാ. റോജർ സെന്റർ ഞാൻ കാണിക്കാം. റോജർ സെന്റർ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ്.
റോജർ സെന്റർ ഇതിനേക്കാളും വലുതാ. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ലാംഗ്വേജ് ഒക്കെ മനസ്സിലാക്കാൻ ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആക്സെന്റ് അവരുടെ ഇവിടുത്തെ പിന്നെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഈ സിലബസും ഒക്കെ നമ്മുടെ നാട്ടിൽ കുറച്ച് ടഫ് അല്ലേ? നാട്ടിൽ CBSE ആയിരുന്നു. ഓക്കെ, ഇവിടെ പഠിക്കാൻ എളുപ്പമായിരുന്നു വന്നപ്പോ? grade 10 വരെ എക്സാം ഒന്നുമില്ല. grade 10 or grade 9 depends on the school. Very easy. Now that I need it picks up the pace. It gets harder. grade 8 കഴിഞ്ഞപ്പോ 9 കഴിഞ്ഞപ്പോഴാണ് ഹാർഡ്. High school and university അതുവരെ like easy അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് they just like throw everything at you, so it gets really hard. I find that fun. Okay. അപ്പോൾ ഇവിടെ മോളൊരു കാര്യം ചെയ്യ്, വഴിന്ന് മാറി ഇങ്ങനെ പോയിട്ടേ ഇത് അതുവഴി അവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം എൻട്രൻസ് എവിടെയാണ്. എനിക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സൂക്ഷിച്ച് ക്രോസ് ചെയ്യണേ, അവിടെ ചെന്നിട്ട് ക്രോസ് ചെയ്യും. ഓക്കെ ബൈ. നമ്മൾ ഇനിയും ഗുരുവായൂരപ്പൻ ടെമ്പിളിലേക്ക് പോവാണ്. ബ്രാംപ്ടൺ ഗുരുവായൂരപ്പൻ ടെമ്പിളിലേക്ക്. അവിടെ സദ്യ തുടങ്ങിയതാണ്. സദ്യ തീരല്ലേ കൃഷ്ണ ഗുരുവായൂരപ്പാ. ഓക്കെ, അപ്പം ഞങ്ങൾ നമ്മുടെ അമ്പലത്തിലൊക്കെ തൊഴുതിനി ഫുഡ് കഴിക്കാൻ വേണ്ടി, സദ്യ കഴിക്കാൻ വേണ്ടി പോകണം. എന്തി ബാക്കിയുള്ളവരൊക്കെ എന്തി? ഇവളെ അറിയാവോ? എൻ്റെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മാവൻ്റെ മോളാണ്. ഒന്നുകൂടെ പറഞ്ഞേക്കാം അറിയാവുന്നവർക്ക് വേണ്ടി. ഡാൻസ് സ്കൂളൊക്കെ നടത്തുന്നുണ്ട്. മയൂര ഡാൻസ് അക്കാഡമി നടത്തുന്നുണ്ട് ഓഷോയിൽ. ഡാൻസ് സ്കൂളാണ്. വേറെ എന്തെങ്കിലും പ്രൊമോഷൻ? കുറച്ചുകൂടെ കാശ് തന്നാൽ ഞാൻ കുറച്ചുകൂടെ പറയാം. അപ്പോൾ ഇവിടാണ് സദ്യ കൊടുക്കുന്നത്. സദ്യശാല ഇവിടെയാണ്. ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ദീപി ഇവിടെ ക്യൂവിൽ നിൽപ്പുണ്ട്. ഭയങ്കര ആളുകളാണ്. ഞാൻ അവളെ ഇവിടെ ക്യൂവിൽ നിർത്തിയിരിക്കുകയാണ്. അവിടെ നല്ല ക്യൂ ആണ്. ഞാനെത്തിട്ട് ഇവിടെ തണലത്ത് നിൽക്കുകയാണ്. നിങ്ങൾ കഴിക്കണ്ടേ ഫുഡ് കഴിക്കണ്ടേ? അവരിവിടെ ക്ഷീണിച്ചിരിക്കുക. നല്ല വെയിലാണ്. ഇതാടാ വേണ്ട വെള്ളമാണ് മോനിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സദ്യ കിട്ടി, ഫുഡ് കിട്ടി. ദീപി അപ്പോൾ അതിനെ കഴിക്കട്ടെ. ഇതാണ് ഇവിടെ ഇരുന്ന് എല്ലാവരും സദ്യ കഴിക്കുന്നത്. അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടുന്ന് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി സദ്യയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു ആക്ച്വലി. പ്രത്യേകിച്ച് അമ്പലത്തിൽ നമുക്ക് ഒത്തിരി പേരെ കണ്ടുമുട്ടാൻ പറ്റി. നമ്മുടെ വീഡിയോ കാണുന്നവരെയും അല്ലാത്തവരെയും ഒക്കെ ഒത്തിരി പേര്, കുറേ പേര് വന്ന് നമ്മളിപ്പോൾ എവിടെ പോയാലും മലയാളികളുടെ പരിപാടിക്ക് എവിടെ പോയാലും ഒത്തിരി പേര് സംസാരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ ഇങ്ങനെ ആരെങ്കിലും നമ്മൾ ചിരിച്ചു കാണിക്കുമ്പോഴും ഒക്കെ സംസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അത് ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടും പിന്നെ നമുക്ക് ഈ അപരിചിതരോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ എല്ലാവരോടും ഇടിച്ചു കയറി മിണ്ടും. കാര്യം ഇവരൊക്കെയാണല്ലോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷം കേട്ടോ, ഇങ്ങനെ ആരെങ്കിലൊക്കെ വന്നിട്ട് വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ആ ഒരു കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ നമുക്ക് അറിയാവുന്നവരെ പോലെ നമ്മളെ ഇവിടെ വന്ന് മിണ്ടുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ഒത്തിരി പേരെ കണ്ടു, സംസാരിച്ചു. പിന്നെ എന്താ അമ്പലത്തില് നല്ലതായിരുന്നു, നല്ല സദ്യയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 1-ാം തീയതി വരെ ഉണ്ടെന്ന് തോന്നുന്നു ഉത്സവം. അപ്പൊ ഞങ്ങൾ തലേന്ന് പോയി. എന്താ
ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ, പിന്നെ ഞങ്ങളുടെ പറയെടുപ്പിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷമായിരിക്കും ഞങ്ങൾ ഇത് ഇടുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെ പറയെടുപ്പിൻ്റെ വീഡിയോ ഇടുന്ന കണ്ടു നോക്കണേ. അപ്പോൾ ശരി, ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. നമുക്കിനിയും എല്ലാ ആഴ്ചയും ഓരോരോ പുതിയ വീഡിയോയുമായി കാണാം. ബൈ ബൈ. Hello guys, bye bye.